ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. സുപ്രീം കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കും എന്ന് കോടതി വിലയിരുത്തി. ആർ അച്യുതൻ തന്നെ തുടരുന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, ഉമർ ഖാലിദിന് ഇത്തവണ സുപ്രീം കോടതി സമീപിച്ചപ്പോഴും ജാമ്യമില്ല. വലിയ തിരിച്ചടിയാണല്ലോ ഉണ്ടായിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജിക്ക് സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളായിട്ടുള്ള ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനുമാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയാൽ ഇവർക്കെതിരായ കുറ്റകൃത്യം തെളിഞ്ഞു, അത് തെളിയിക്കാനായി, പ്രോസിക്യൂഷൻ തെളിയിക്കാനായി എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇരുവരുടെയും ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ഭീകരവാദ ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടു, അതിന് തെളിവുകളുണ്ട് എന്ന കാര്യം കൂടി കോടതി നിരീക്ഷിച്ചു. രാജ്യത്തിനെതിരായ ആക്രമണം, ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് പ്രതികളുടെ ഇടപെടൽ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചു. നേരത്തെ ഡൽഹി പോലീസ് ഉന്നയിച്ച ഒരു വാദം എന്നുള്ളത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുക, ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സന്ദർശന വേളയിൽ കൂടി പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ മുഖചിത്രത്തെ ഇകഴ്ത്തുക എന്ന തരത്തിലാണ് പ്രതികൾ ശ്രമിച്ചത്. ഒപ്പം തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് ഈ കലാപ ശ്രമങ്ങൾ നടത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ ഡൽഹി പോലീസ് വാദമായി ഉന്നയിച്ചു. എന്നാലും പ്രതികൾ ആവശ്യപ്പെട്ടത് 5 വർഷമായി ഈ തടവിൽ കഴിയുകയാണ്, ഇതുവരെ വിചാരണ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല എന്ന കാര്യങ്ങൾ മുൻനിർത്തി വിദ്വേഷ പ്രസംഗങ്ങളല്ല നടത്തിയതെന്നടക്കമുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. സുപ്രീം കോടതി ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും ജാമ്യം നിഷേധിച്ചു. ഒപ്പം തന്നെ കേസിലെ മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം നൽകി. അത് 12 കർശന വ്യവസ്ഥകളോടുകൂടിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ആ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കും എന്ന കാര്യം കൂടി സുപ്രീം കോടതി അറിയിക്കുന്നു. 5 പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നില്ല എന്നൊരു നിരീക്ഷണം കൂടി സുപ്രീം കോടതി നടത്തിയിരിക്കുകയാണ്. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.